Hello, this is Dr. Abbas Watoli, Assistant Professor, Amal College of Advanced Studies, Nilambur. ഇന്ന് സെക്കൻഡ് സെമസ്റ്റർ ബികോം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് മോഡ്യൂൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്നതിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ്. ഫസ്റ്റ് മീനിങ്. The term single entry system is popularly used to describe the problems of accounts from incomplete records. ചെറിയ സ്ഥാപനങ്ങൾ സാധാരണ കംപ്ലീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാറില്ല. എന്നാലും അവരുടെ പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സുകളെയാണ് അക്കൗണ്ടിങ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഇറ്റ് ഈസ് ഇനാക്യുറേറ്റ്, അൺസയന്റിഫിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. There is generally no record of real and personal accounts. In most of the cases, a record is kept for cash transaction and personal account. അഥവാ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ശരിക്കും റിയൽ അക്കൗണ്ടുകളൊന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. കൂടുതലും പേഴ്സണൽ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യും, അതുപോലെ ക്യാഷ് ട്രാൻസാക്ഷൻസും മെയിൻറ്റെയിൻ ചെയ്യും. There is no uniformity in maintaining records and the system may differ from firm to firm depending on the requirement and convenience of each firm. Profit under this system is only an estimate and therefore true and correct profit cannot be determined. Next, types of single entry system. Pure single entry. In this, only personal accounts are maintained. Then simple single entry. In this, personal accounts and cash books are maintained. Quasi single entry. In this, personal account, cash book and some subsidiary books are maintained. So these are the three types of single entry system. Now, ascertainment of profit by capital comparison. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് രണ്ട് മെത്തേഡുകളാണ്. ഒന്ന് ക്യാപിറ്റൽ കമ്പാരിസണും മറ്റൊന്ന് കൺവേർഷൻ മെത്തേഡും. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് നെറ്റ്വർത്ത് മെത്തേഡ് ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. ഇവിടെ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. നമ്മൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ക്യാപിറ്റലും നമ്മൾ ആ വർഷം അവസാനിക്കുമ്പോഴുള്ള ക്യാപിറ്റലും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് capital is increased if there is profit. Profit ഉണ്ടെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ കൂടുതലായിരിക്കും. if there is loss, ക്ലോസിംഗ് ക്യാപിറ്റൽ എന്തായിരിക്കും? കുറവായിരിക്കും. പക്ഷെ while determining the profit by comparison method, following adjustment should be made. നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് എടുക്കുക, ആഡ് ഡ്രോയിങ്സ്, ലെസ് ഫ്രഷ് ക്യാപിറ്റൽ, then less capital at the beginning. Then we will find out the profit of the business for that period. It is clear from the above discussion that to follow capital comparison method, one should know opening capital and closing capital. This should be determined by preparing statement of affairs as the two respective points of time. Capital always equals asset minus liabilities. അഥവാ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും അറിയണം. ഈ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയറും. എന്നാലും ചില ഡിഫറൻസ് ഉണ്ട്. ഒന്ന് റിലയബിലിറ്റി. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അത്ര തന്നെ റിലയബിൾ അല്ല, ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ്സ് ആൻഡ് അസംഷൻ. Balance sheet is reliable because it is strictly based on double entry principle. Objective of statement of affairs is to find out opening capital and a closing capital, and objective of balance sheet is to ascertain financial position. Basis of valuation. The valuation is arbitrary, so method of valuation is not disclosed. In case of balance sheet, valuation is scientific basis, so method of valuation is disclosed. So we can look at a problem. See, assets and liabilities of Mr. X as on 31st December 2013 and 31st December 2014 are as follows. Then assets building 2013 1 ലക്ഷം, ഫർണിച്ചർ 50,000, ഇൻവെന്ററി 13 1,20,000, 14 2,70,000, സൺട്രി ഡെപ്റ്റേഴ്സ് 40,000, 90,000, ക്യാഷ് അറ്റ് ബാങ്ക് 70,000, 85,000, ക്യാഷ് ഇൻ ഹാൻഡ് 1,200, 3,200, ലാബിലിറ്റീസ് ലോൺസ് 1,80,000, സൺട്രി ക്രെഡിറ്റേഴ്സ് 40,000, 70,000. Then decided to depreciate building by 2.5% and furniture by 10%.
one life insurance policy of the proprietor was matured during the period and amount rupees 40,000 is retained in the business. Proprietor took rupees 2,000 per month for meeting family expenses. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാം. നമ്മളോട് ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31st December 2013 ആൻഡ് 31st December 2014 എന്ന് കൊടുത്തു. എന്നിട്ട് ലാബിലിറ്റി സൈഡ്, അസറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ ഫസ്റ്റ് ബിൽഡിംഗ് ക്വസ്റ്റ്യനിൽ തന്നാണ് 1 ലക്ഷം എന്ന് 2013. അതിൽ നിന്ന് 2.5% ഡിപ്രീസിയേഷൻ കുറച്ചു. 2,500 കുറച്ചപ്പോൾ 2014 97,500 എന്നായി ബുക്ക് വാല്യൂ. ഫർണിച്ചർ അതുപോലെ 50,000 തന്നിട്ടുണ്ട്, 10% ഡിപ്രീസിയേഷൻ കുറച്ചു, അപ്പോൾ 2014 45,000. ഇൻവെന്ററി 1,20,000 270 തന്നിട്ടുണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ് 40,90 തന്നിട്ടുണ്ട്. ക്യാഷ് അറ്റ് ബാങ്ക് 70,85, ക്യാഷ് ഇൻ ഹാൻഡ് 1,200 3,200 എല്ലാം ക്വസ്റ്റ്യനിൽ അതുപോലെ തന്നിട്ടുണ്ട്. അസറ്റുകളൊക്കെ അവിടെ എഴുതി. ലാബിലിറ്റി സൈഡിൽ ഫസ്റ്റ് ക്യാപിറ്റൽ ആണ്, അത് ബാലൻസിങ് ഫിഗർ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ലോൺസ് തന്നിട്ടുണ്ട് 1,80,000, സൺട്രി ക്രെഡിറ്റേഴ്സ് 40,70. അപ്പോൾ ടോട്ടൽ ചെയ്തിട്ട് ബാലൻസ് ചെയ്തപ്പോൾ 2013 ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2,41,200, 2014 അത് 4,40,700 ആണെന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷൻ 2 എന്ന് പറയുന്നത് ടേക്ക് ഫിഗേഴ്സ് ഗിവൺ ഇൻ ഇല്ലസ്ട്രേഷൻ 1 ആൻഡ് ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓഫ് മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ബൈ അപ്ലൈങ് ദ മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ കമ്പാരിസൺ. ഫസ്റ്റ് മെത്തേഡ് അഥവാ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് അല്ലെങ്കിൽ നെറ്റ്വർത്ത് മെത്തേഡ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയാണ്. ആദ്യം ക്യാപിറ്റൽ ബാലൻസ് ആസ് ഓൺ 31st December 2014 അഥവാ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് 4,40,700 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ലെസ് ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 40,000 രൂപ വിലയുള്ള ഇൻഷുറൻസ് പോളിസി പ്രൊപ്രൈറ്ററുടേതായിരുന്നു. അത് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തു, എൻക്യാഷ് ചെയ്തു, പക്ഷെ അയാൾ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഫ്രഷ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. അയാളുടെ പേഴ്സണൽ എമൗണ്ട് ആണ്, ലൈഫ് ഇൻഷുറൻസ് ആണത്. അയാളത് ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്തു. അപ്പോൾ 40,000 ആഡ് ചെയ്യണം. ലെസ് ഡ്രോയിങ്സ്. അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് 2,000 രൂപ വെച്ച് മാസം എടുക്കുന്നുണ്ട്. അപ്പോൾ 12 മാസത്തേക്ക് 24,000. ലെസ് ക്യാപിറ്റൽ ബാലൻസ് ഓൺ 31st March അഥവാ ഓപ്പണിംഗ് ക്യാപിറ്റൽ 2,41,200 കുറക്കണം. അപ്പോൾ ഈ കിട്ടുന്ന 1,83,200 എന്ന് പറയുന്നതാണ് അയാളുടെ പ്രോഫിറ്റ്. അപ്പോൾ ഇതുപോലെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. സെക്കൻഡ് ആണ് അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് ബൈ കംപ്ലീറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കൺവേർഷൻ മെത്തേഡ് എന്ന് പറയും. സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ ബാക്കിയുള്ള മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിച്ചിട്ട് ഡബിൾ എൻട്രി സിസ്റ്റം ആക്കുന്നതിനാണ് എന്ത് പറയുന്നത്, കംപ്ലീറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. The following information relates to the business of Mr. Shiv Kumar, who requests you to prepare trading and profit and loss account for the year ended 31st March 2015 and a balance sheet as on that date. മാർച്ച് 2015 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ബിൽഡിങ് 2 വാല്യൂസ് ഉണ്ട്, 2014 15 തന്നിട്ടുണ്ട്. ഫർണിച്ചറിന്റെ തന്നിട്ടുണ്ട്. മോട്ടോർ കാർ തന്നിട്ടുണ്ട്. ഇൻവെന്ററീസ് 2015 മാത്രം തന്നിട്ടുണ്ട്. ബിൽസ് പേയബിൾ 2 വർഷത്തെ ഉണ്ട്. ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ഉണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ് 2014 മാത്രം. ബിൽസ് റിസീവബിൾ 14 15 ഉണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നതും 2014 ബാലൻസ് മാത്രം തന്നിട്ടുണ്ട്, 1,20,000. ദെൻ ക്യാഷ് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് സെയിൽ ഓഫ് ഓൾഡ് പേപ്പേഴ്സ് ആൻഡ് മിസ്ലേനിയസ് ഇൻകം തന്നിട്ടുണ്ട് 20,000. മിസ്ലേനിയസ് ട്രേഡ് എക്സ്പെൻസ് ഇൻക്ലൂഡിംഗ് സാലറി ആണത് 80,000. കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം ഉണ്ട്. ക്യാഷ് പർച്ചേസ് 48,000. പേയ്മെന്റ് ക്രെഡിറ്റേഴ്സ് 184. ക്യാഷ് സെയിൽസും തന്നിട്ടുണ്ട് 80,000. ദെൻ അഡീഷണൽ ഇൻഫർമേഷൻ അതർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതിൽ പറയുന്ന ഒന്ന് ബിൽസ് റിസീവബിൾ ഡ്രോൺ ഡ്യൂറിംഗ് ദ ഇയർ എമൗണ്ട് 20,000 എന്നും ബിൽസ് പേയബിൾ ആക്സെപ്റ്റഡ് 16,000 ആണ് ഈ വർഷം. സം ഐറ്റംസ് ഓഫ് ഓൾഡ് ഫർണിച്ചർ whose return on value 31st March 2014 20,000 ആയിരുന്നു, was sold on 30th September 2014 for 8,000. അഥവാ 20,000 രൂപ ബുക്ക് വാല്യൂ ഉള്ളത് 8,000 രൂപക്ക് നമ്മൾ സെപ്റ്റംബറിൽ വിറ്റു, അഥവാ 6 മാസം ഉപയോഗിച്ചതിന് ശേഷം വിറ്റു. ഡിപ്രീസിയേഷൻ ഇസ് ടു ബി പ്രൊവൈഡ് ഓൺ ബിൽഡിംഗ് ആൻഡ് ഫർണിച്ചർ അറ്റ് 10%. 10% ഡിപ്രീസിയേഷൻ കൊടുക്കണം ബിൽഡിങ്ങിനും ഫർണിച്ചറിനും. മോട്ടോർ കാറിന് 20%. ഈ സെയിൽ ചെയ്ത ഫർണിച്ചറിന് 6 മാസത്തെ ഡിപ്രീസിയേഷനും പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഓഫ് ദ ഡെപ്റ്റേഴ്സിൽ തന്നെ
8,000 ഷുഡ് ബി റിട്ടേൺ ഓഫ് ആസ് ബാഡ് ഡെപ്റ്റ് ആയിട്ട് എഴുതി തള്ളണം. 2% ക്ലോസിംഗ് ബാലൻസിന്റെ റിസർവ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യണം, റിസർവ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ശിവകുമാർ ഇസ് മെയിൻറ്റെയിനിങ് സ്റ്റഡി ഗ്രോസ് പ്രോഫിറ്റ്, 30% ഗ്രോസ് പ്രോഫിറ്റ് ആണ് അയാൾക്ക് കിട്ടാറുള്ളത്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി 8,000 ആയിരുന്നു 2014, 2015 അത് 10,000 ആയിരുന്നു. നമ്മോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ 2014 ക്ലോസിംഗ് ബാലൻസ് 40,000 ആണ് എന്നും പറയുന്നുണ്ട്. ദെൻ 20% ഓഫ് ടോട്ടൽ സെയിൽസ്, ടോട്ടൽ പർച്ചേസും ക്യാഷിനാണ് എന്ന് പറയുന്നുണ്ട്. ദെൻ അഡീഷണൽ ഫർണിച്ചർ അക്കൗണ്ട് ടു പ്ലേസ്, അഡീഷൻസ് ഇൻ ഫർണിച്ചർ അക്കൗണ്ടിൽ അഡീഷൻസ് ഉണ്ടായിരുന്നു അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയറിൽ. ആൻഡ് നോ ഓപ്പണിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്. അതാണ് പ്രൊവിഷൻ. ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് ഓപ്പണിംഗ് പ്രൊവിഷൻ ഇല്ല എന്നുള്ളതും, അതുപോലെ ഫർണിച്ചറിൽ ഒരു പർച്ചേസിങ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇപ്പോൾ തന്നുള്ളത് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഫസ്റ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് മിസ്റ്റർ ശിവകുമാർ ഫോർ ദ ഇയർ എൻഡഡ് 31st March 2015 എന്ന് പറഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് ബൈ സെയിൽസ്. സെയിൽസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എന്നുള്ളത് 20% ക്യാഷിനാണെന്നും പറയുന്നുണ്ട്. ക്യാഷ് സെയിൽസ് 80,000 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 80,000 by 20 × 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ സെയിൽസ് 4 ലക്ഷം കിട്ടും. ക്ലോസിംഗ് ഇൻവെന്ററി ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഇൻവെന്ററി ക്ലോസിംഗ് മാത്രം തന്നിട്ടുണ്ട്. അത് 2015 എമൗണ്ട് തന്നിട്ടുണ്ട്. അത് 40,000. ദെൻ ഡെബിറ്റ് സൈഡ് വെച്ച് ഓപ്പണിംഗ് ഇൻവെന്ററി നമുക്ക് തന്നിട്ടില്ല, അത് ബ്ലാങ്ക് ആയിരുന്നു. അത് നമ്മൾ കണ്ടുപിടിക്കാം ബാലൻസിങ് ഫിഗർ ആയിട്ട്. ടു പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ക്യാഷ് പർച്ചേസ് തന്നിട്ട് 48,000. അപ്പോൾ ബൈ 20 × 100, കാരണം 20% ആണ് ക്യാഷ് സെയിൽസ്. അതിന്റെ ടോട്ടൽ സെയിൽസ് പർച്ചേസ് 2,40,000 വരും. ഗ്രോസ് പ്രോഫിറ്റ് 30% ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ 4 ലക്ഷത്തിന്റെ 30% എന്ന് പറഞ്ഞാൽ 1,20,000. ബാലൻസിംഗ് ഫിഗർ ആയിട്ട് ഓപ്പണിംഗ് ഇൻവെന്ററി 80,000 എന്ന് കിട്ടും. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ 1,20,000 ഇങ്ങോട്ട് എഴുതാം. ദെൻ മിസ്ലേനിയസ് റെസിപ്റ്റ്, ഈ ക്യാഷ് ട്രാൻസാക്ഷനുമായി ബന്ധത്തിൽ പറയുന്നുണ്ട്. മിസ്ലേനിയസ് ഇൻകം എന്ന് പറഞ്ഞിട്ട് 20,000 പറയുന്നുണ്ട്, ആ മിസ്ലേനിയസ് റെസിപ്റ്റ്. ദെൻ അടുത്ത് ലോസ് കാണണമെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡ് കൂടി ഫില്ല് ചെയ്യണം. ഡെബിറ്റ് സൈഡിൽ മിസ്ലേനിയസ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. മിസ്ലേനിയസ് എക്സ്പെൻസ് ഈ ക്യാഷ് ട്രാൻസാക്ഷനിൽ പറയുന്നുണ്ട് 80,000 രൂപ മിസ്ലേനിയസ് ട്രേഡ് എക്സ്പെൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സാലറി അടക്കം 80,000. അതിൽ നിന്ന് സാലറിയിൽ ഒരു 2 സംഭവങ്ങൾ പറയുന്നുണ്ട്. 2014 തന്നെ ഒരു 8,000 രൂപ എന്തുണ്ടായിരുന്നു, ഒരു നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. 2015 ഒരു 10,000 രൂപയോ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ മിസ്ലേനിയസ് എക്സ്പെൻസ് 80,000 നിന്ന് 2014 ഔട്ട്സ്റ്റാൻഡിങ് കുറച്ചു, കാരണം അത് നമ്മൾ ഈ പീരീഡിലേക്ക് ബന്ധപ്പെട്ടതല്ല. ദെൻ ഈ പീരീഡിലേക്കുള്ള ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള 10,000 ആഡ് ചെയ്തു, കാരണം ഈ 80,000 ക്യാഷ് മാത്രമേ ഉള്ളൂ, ഔട്ട്സ്റ്റാൻഡിങ്ങും നമ്മൾ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ 80,000 കൂടി 10,000 ആഡ് ചെയ്തു. എന്നിട്ട് ഈ വർഷത്തേക്കുള്ളതല്ലാത്തതുകൊണ്ട് 8,000 കുറച്ചു. അങ്ങനെ 82,000 രൂപ എന്ത് കിട്ടും, മിസ്ലേനിയസ് എക്സ്പെൻസ് കിട്ടും. ദെൻ ഡിപ്രീസിയേഷൻസ് നമ്മൾ ബിൽഡിങ്ങിന് ക്ലോസിംഗ് വാല്യൂ 360 ആണ്. അപ്പോൾ 36,000, അതിന്റെ 10%. ഫർണിച്ചറിന് ക്ലോസിംഗ് വാല്യൂ 68,000 ആണ്, അതിന്റെ 10% 6,800 വരും. പ്ലസ് ഒരു ഫർണിച്ചർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനിടയിൽ സെല്ല് ചെയ്ത് പോയിട്ടുണ്ട്. കാരണം ഫർണിച്ചറിൽ ഒരു അഡീഷണൽ പർച്ചേസിങ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഫർണിച്ചറിൽ നമ്മളൊരു 20,000 രൂപയുടെ ഫർണിച്ചർ സെല്ല് ചെയ്തു. അപ്പോൾ അതിന്റെ 6 മാസത്തെ ഡിപ്രീസിയേഷൻ 10% എന്ന് പറയുമ്പോൾ 2,000 വരും, 6 മാസത്തേക്ക് വരുമ്പോൾ 1,000 വരും. അങ്ങനെ 7,800 രൂപയാണ് ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ എടുക്കേണ്ടത്. മോട്ടോർ കാറിന് ടോട്ടൽ വാല്യൂ നമുക്ക് മോട്ടോർ കാറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 80,000 ആണ്. അതിന്റെ 20% ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 16,000, അങ്ങനെ 59,600 രൂപ മോട്ടോർ കാറിന് എന്ത് വരും, ഡിപ്രീസിയേഷൻ വരും. ദെൻ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ. ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 20,000 രൂപയുടെ ഫർണിച്ചറാണ്. അതിൽ നിന്ന് 1,000 രൂപ ഡിപ്രീസിയേഷൻ കുറച്ചാൽ 19,000 രൂപ ബുക്ക് വാല്യൂ വരും. അതിൽ നമുക്ക് 8,000 രൂപ കിട്ടി. അപ്പോൾ ബാക്കി 11,000 രൂപ എന്താണ്, ലോസ് ആണ് സെയിൽ ഓഫ് ഫർണിച്ചർ എന്ന് പറയുന്നത്. ബാഡ് ഡെപ്റ്റ് എഴുതി തള്ളാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ 8,000 പറയേണ്ടത് എഴുതി. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വർക്കിംഗ് നോട്ട്സിൽ പോയിട്ട് എത്രയാണ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് എന്ന് കണ്ടുപിടിക്കണം. അതിന്റെ 2% ആണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഫസ്റ്റ് വർക്കിംഗ് നോട്ടിൽ സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഓപ്പണിംഗ് ബാലൻസ് ടു ബാലൻസ് ബ്രോഡ് ആണ് 160, അത് ക്വസ്റ്റ്യനിൽ തന്നതാണ്. അതുപോലെ ടു സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ് ആണ് അവിടെ എഴുതുന്നത്. ടോട്ടൽ 4 ലക്ഷമാണ്, അതിൽ ക്രെഡിറ്റ് സെയിൽസ് 320 ആണ്, അതിൻ്റെ 80%. അതിന് ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം, അത് ക്യാഷ് ട്രാൻസാക്ഷനിൽ പറയുന്നുണ്ട്. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് 20,000 ആണെന്ന് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറയുന്നുണ്ട്. ബാഡ് ഡെപ്റ്റ് 8,000 ആണ്.
ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ 2,52,000 കിട്ടും. ഇതിൻ്റെ 2% ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് കൊടുത്തുള്ളൂ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് 5,040 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. ദെൻ വർക്കിംഗ് നോട്ടിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, മറ്റുള്ള ലെഡ്ജേഴ്സും കൂടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അതിൽ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഡൗൺ 1,20 ഉണ്ട്. ദെൻ ബൈ ക്രെഡിറ്റ് പർച്ചേസ് 1,92 ഉണ്ട്. ദെൻ ടു ക്യാഷ് എന്നിട്ട് 1,84. ബിൽസ് പേയബിൾ അക്കൗണ്ട് 16,000 ആണ് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ 1,12,000 എന്ന് കിട്ടും. അതാണ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ബിൽസ് റെസീവബിൾ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ ഓപ്പണിംഗ് ബാലൻസ് 32,000, ക്ലോസിംഗ് ബാലൻസ് 28,000 ക്വസ്റ്റിൽ തന്നതാണത്. ദെൻ അതിൽ സൺട്രി ഡെപ്റ്റേഴ്സിലേക്ക് 20,000 ബിൽസ് ഡ്രോൺ ചെയ്തിട്ടുണ്ട്. ദെൻ അപ്പോൾ ക്യാഷ് ആയിട്ട് ബിൽസ് ക്യാഷ് ആയിട്ട് കിട്ടിയത് 24,000 എന്ന് കിട്ടും. ദെൻ ബിൽസ് പേയബിൾ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് 28,000, ക്ലോസിംഗ് ബാലൻസ് 16,000 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് ആയിട്ട് ബിൽസ് ഈ വർഷം ഡ്രോ ചെയ്ത് 16,000 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ആയിട്ട് നമ്മൾ ബില്ല് നെഗനിസ്റ്റ് പേയ്മെന്റ് നടത്തിയത് 28,000 എന്നുള്ളത് നമുക്ക് കിട്ടും. ദെൻ ഫർണിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ബ്രോ ഡൗൺ 60,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ക്രെഡിറ്ററിലേക്ക് വരുമ്പോൾ 8,000 രൂപ ഓൾഡ് ഫർണിച്ചർ വിറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡെപ്രീസിയേഷൻ 1,000 ഉണ്ട് 6 മാസത്തേക്ക്. അതിൻ്റെ ലോസ് എന്ന് പറയുന്നത് 11,000 ഉണ്ട്. ദെൻ നമ്മുടെ ക്ലോസിങ്ങിലുള്ള 68,000 ഡെപ്രീസിയേഷൻ എന്തുണ്ട്, 6,800 ഉണ്ട്, 10%. അങ്ങനെ ബാലൻസ് ക്യാരി ഡൗൺ നമുക്ക് 61,200 കിട്ടും. 68,000 ആണ് അതിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതിൻ്റെ ഡെപ്രീസിയേഷൻ കുറക്കണമല്ലോ, 6,800. അങ്ങനെ 61,200 കിട്ടും. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഒരു എമൗണ്ടിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. അതെന്തായിരിക്കും, ടു ബാങ്ക് അഡീഷണൽ ഫർണിച്ചർ പർച്ചേസ് ചെയ്തതായിരിക്കും. 28,000 രൂപയുടെ അഡീഷണൽ ഫർണിച്ചർ ഈ വർഷം പർച്ചേസ് ചെയ്തത്. അതിനെക്കുറിച്ച് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ, പർച്ചേസിങ് നടന്നുണ്ട് എന്നുള്ള ബിഗിനിങ്ങിൽ. 28,000 ഫർണിച്ചർ അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ഇനി ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആവും ചെയ്യും. ഒന്ന് ബാലൻസ് ബ്രോഡ് ഓൺ 1,80 തന്നിട്ടുണ്ട്. മിസ്ലേനിയസ് റെസീറ്റ് എന്ന് പറഞ്ഞിട്ട് 20,000 തന്നിട്ടുണ്ട് ക്യാഷ് ട്രാൻസാക്ഷനിൽ. ഡെപ്റ്റേഴ്സ് നിന്ന് 2 ലക്ഷം കളക്ട് ചെയ്തത് പറയുന്നുണ്ട്. ക്യാഷ് സെയിൽസ് 80,000 പറയുന്നുണ്ട്. ഫർണിച്ചർ വിറ്റപ്പ് 8,000 കിട്ടിയിട്ടുണ്ട്. ബിൽസ് റെസീവബിൾ ആയിട്ട് 24,000 കിട്ടി എന്നുള്ളത് നമ്മൾ ബിൽസ് റെസീവബിൾ അക്കൗണ്ട് ഉണ്ടാക്കിയപ്പോൾ മനസ്സിലായി. ദെൻ അതിന് ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ട്രേഡ് എക്സ്പെൻസ് 80,000 ക്യാഷ് ആയിട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പർച്ചേസ് 48,000 ക്യാഷ് ഉണ്ട്. ഫർണിച്ചർ ബാലൻസിൽ ഫിഗർ ആയിട്ട് കിട്ടിയതാണ് 28,000 എന്ന് പറയുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സ് 1,84 പറയുന്നുണ്ട്. ബിൽസ് പേയബിൾ 28,000 ഉണ്ട്. ബിൽഡിംഗ് അക്കൗണ്ടിൽ എന്തുണ്ട്, 40,000 രൂപ പർച്ചേസ് വരും. ബിൽഡിങ്ങിൽ 40,000 രൂപ പർച്ചേസ് ഉണ്ട്. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് 1,04,000 എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ബിൽഡിങ്ങിന് 40,000 എങ്ങനെ വരുന്നു വെച്ചാൽ 3,20,000 എന്നുള്ളത് 3,60,000 ആയിട്ടുണ്ട് ബിൽഡിങ്ങിൻ്റെ എമൗണ്ട്. അപ്പോൾ ബാക്കി 20,000 രൂപ ഈ വർഷം അഡീഷണൽ ആയിട്ട് നമ്മൾ ബിൽഡിംഗ് എന്ത് ചെയ്താണ്, പർച്ചേസ് ചെയ്തതാണ്. ഈ ഫർണിച്ചർ 28,000 എന്ന് പറഞ്ഞാൽ 28,000 ഫർണിച്ചർ നമ്മൾ എന്ത് ചെയ്താണ്, പർച്ചേസ് ചെയ്തതാണ്. ദെൻ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും കൂടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓഫ് ശിവകുമാർ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ബിൽഡിംഗ് 3,20,000, ഫർണിച്ചർ 60,000, മോട്ടോർ കാർ 80,000, ഇൻവെൻട്രി 80,000. ഈ 80,000 കിട്ടിയത് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ഇൻവെൻട്രി കിട്ടിയിരുന്നത് 80,000 ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് 1,60, ബിൽസ് റെസീവബിൾ 32,000, ക്യാഷ് ഇൻ ഹാൻഡ് 1,80. എല്ലാം അവൈലബിൾ ആണ്. ദെൻ ലയബിലിറ്റി സൈഡിലേക്ക് വരുമ്പോൾ ക്യാപിറ്റൽ നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് കണ്ടുപിടിക്കാനുള്ളതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 40,000 ആണ് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ടായിരുന്നു. 2014 പ്രോഫിറ്റ് 40,000 ആണെന്നുള്ളത്. സൺട്രി ക്രെഡിറ്റേഴ്സ് 1,20, ബിൽസ് പേയബിൾ 28,000, ഔട്ട്സ്റ്റാൻഡിങ് സാലറി അന്ന് തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു എന്ന് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നുണ്ട് 8,000. അങ്ങനെ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് എന്നുള്ളത് ബാലൻസിങ് ഫിഗർ ആയിട്ട് 7,16,000 എന്ന് കിട്ടും. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ബിൽഡിംഗ് എടുക്കാം. ബിൽഡിങ് 3,20 ആയിരുന്നു കഴിഞ്ഞ വർഷം 2014. അതിൽ 40,000 രൂപയുടെ അഡീഷൻ നടത്തി. അങ്ങനെ 3,60 അതിൽ നിന്ന് 36,000 രൂപ 10% ഡെപ്രീസിയേഷൻ കുറച്ചപ്പോൾ ഔട്ടർ കോളത്തിലേക്ക് 3,24,000 എന്ന് കിട്ടി. ഫർണിച്ചറിൻ്റെ കേസിൽ 60,000 ആണ് 2014 ക്ലോസിങ്. ദെൻ അതിൽ നിന്ന് 20,000 രൂപയുടെ ഫർണിച്ചർ സോൾഡ് ചെയ്തു. അപ്പോൾ ശരിക്കും 40,000 ആണ് ഉണ്ടാവുക.
ദെൻ അഡീഷൻസ് നടത്തി എന്ന് പറയുന്നത് നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫർണിച്ചറിൻ്റെ അഡീഷണൽ പർച്ചേസ് 28,000. അങ്ങനെ ഫൈനൽ ബാലൻസ് എന്ത് ചെയ്തു 68,000 വന്നിട്ടുണ്ട്. അതിൻ്റെ 10% 6,800 ഡിപ്രീസിയേഷൻ കഴിച്ചപ്പോൾ ക്ലോസിംഗ് ബാലൻസ് 61,200 പുതിയ ബാലൻസ് ഷീറ്റിൽ വേണ്ടത്. ദെൻ മോട്ടോർ കാർ 80,000, അതിന് ഡിപ്രീസിയേഷൻ 16,000, അങ്ങനെ 64,000. ഇൻവെന്ററി ട്രേഡ് എന്ന് പറയുന്നത് 40,000. ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് പറയുന്നത് 40,000 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണത്. സൺട്രി ഡെപ്റ്റേഴ്സ് 2,52,000. അതിൽ നിന്ന് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 5,040 കുറക്കുമ്പോൾ 2,46,960. ബിൽസ് റെസീവബിൾ അതിൻ്റെ ക്ലോസിംഗ് തന്നിട്ടുണ്ട് 28,000. ക്യാഷ് അറ്റ് ബാങ്ക് 1,004, 1,04,000. അതും ക്വസ്റ്റ്യൻ തന്നാണ്. ദെൻ ലയബിലിറ്റി സൈഡിലേക്ക് വരുമ്പോൾ ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ഏറ്റവും അവസാനത്തെ വർക്കിംഗ് നോട്ടിൽ കണ്ടുപിടിച്ചു 7,16,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 40,000 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിൽ നിന്ന് ലോസ് ഫോർ ദ ഇയർ, ഈ വർഷം 25,840 ലോസ് ആണ്. അപ്പോൾ ബാക്കി വരുന്നത് ലയബിലിറ്റി സൈഡിൽ 14,160 ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സ് 1,12 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബിൽസ് പേയബിൾ തന്നിട്ടുണ്ട് 16,000. ഔട്ട്സ്റ്റാൻഡിങ് സാലറി 2015 ഔട്ട്സ്റ്റാൻഡിങ് സാലറി 10,000. അപ്പോൾ ടോട്ടൽ ഓഫ് ദ ബാലൻസ് ഷീറ്റ് 8,68,000. I hope you understood this. Thank you for watching. Have a nice day.